സഞ്ജു രാജാക്കാട് ആരാണ് ഇങ്ങനെ കയ്യേറിയത്? നടപടി എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത് റവന്യൂ? ഡോക്ടർ അരുൺകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇപ്പോൾ ഒരു ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അടിയന്തരമായി ഇത് ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് തഹസിൽദാർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണം നടത്തുന്നു, അതും കോടതിയുടെ 2 ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് കോടതിയെ മുഖവിലക്കെടുക്കാതെ റവന്യൂ വകുപ്പിന്റെ നോട്ടീസുകൾ മാനിക്കാതെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണെന്ന് എല്ലാ തരത്തിലും ബോധ്യപ്പെട്ടിട്ടും അത് നിർത്തിവെക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ട് എന്നാണ് ആരോപണമുയരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരെയും ഭയക്കാതെയുള്ള നിർമ്മാണമെന്നാണ്. അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട റവന്യൂ വകുപ്പ് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ മറ്റു മേഖലകളിലൊക്കെ വലിയ രീതിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനും നടപടികളിലേക്കുമൊക്കെ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സർക്കാർ ഭൂമി കയ്യേറിയുള്ള അനധികൃത നിർമ്മാണമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെതിരെ നടപടി വൈകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കോടതി നടപടികൾ ലംഘിച്ചുകൊണ്ട് കോടതി അലക്ഷ്യ നടപടികൾക്ക് കേസെടുക്കുവാനും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുവാനും ഒരു ശുപാർശ ഇപ്പോൾ റവന്യൂ വകുപ്പ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. അതുകൂടി കോടതിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ദിവസം തന്നെ വളരെ വേഗത്തിൽ ആ കാര്യങ്ങളുണ്ട്. ഡോക്ടർ അരുൺകുമാർ, അത് 1 ഏക്കർ 88 സെന്റാണ് ഉള്ളത്. അതിൽ 40 സെന്റാണ് കയ്യേറ്റമായി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയാണ് ഈ കാരവാൻ പോളിസി എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാണേണ്ടത്. ഈ കാരവാൻ പാർക്ക് നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നമുക്കറിയാം. ഇവിടെ നിയമ ഭേദഗതി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ചട്ടം വന്നിട്ടില്ല. അപ്പോൾ ഈ കാരവാൻ പാർക്ക് അത്തരം ഭൂമിയിൽ പട്ടയഭൂമിയിൽ നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇത് വിവാദത്തിലേക്ക് പോകുന്നത്, പരാതികൾ ഉയരുന്നത്. 64-ലെ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് കണ്ട് 2023-ൽ തന്നെ ഇതിന് നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉടമ തന്നെ വളരെ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി വന്ന ഒരു പദ്ധതിയായിരുന്നു ഈ കാരവൻ പദ്ധതി. ആ കാരവൻ പദ്ധതിയുടെ മറവിൽ ഭൂമി തട്ടിപ്പ് നടക്കുന്നു. പട്ടയഭൂമിയിൽ ഈ പറയുന്ന പട്ടയഭൂമിയിലല്ലാത്ത ചില ഇടങ്ങളിലും സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് ഇങ്ങനെ കാരവൻ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഏതായാലും ഒഴിപ്പിക്കാൻ പോവുകയാണ് തഹസിൽദാർ. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാടാണ് നമുക്കൊപ്പം ചേർന്നത്.